ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്
എൻ്റെ കടമ. അതിനു മുന്നേ ആദ്യമായിട്ട് ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ മഹാസംരംഭത്തിന് സമാരംഭം കുറിക്കുന്നത് പൂർവജന്മ സുഹൃതത്തിൽ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഏതായാലും ഒരുപാട് ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് ശബരിമല ധർമ്മശാസ്താവിനെ ഒരു വർഷം അടുക്കലിരുന്ന് സേവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ നാട്ടുകാരനായ തന്ത്രശ്രേഷ്ഠൻ ബ്രഹ്മശ്രീ ജയറാം നമ്പൂതിരി, കൊട്ടാരം ജയറാം നമ്പൂതിരി അവர்கள் ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ മഹത് സംരംഭത്തിന് സമാരംഭം കുറിക്കുന്നു. ബന്ധു ആത്മൈവ വിപുരാത്മന വാരണമുഖൻ മമ ആരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്യുവാൻ ആവോളം വന്ദിക്കും നീ. വാണിരൂപനാരദം എന്നുടെ നാവോ തന്നെ വാണിമാതാവേ വന്ദിക്കവേ വേദാത്മികേ. ഇല്ലെങ്കിലും മതിബലം മമതില്ലുപോലും ഉല്ലാസമാർന്ന ഗുരുനാഥ കൃപാബലത്താൽ വെല്ലുന്നൊരപ്പതിന്നു പാരമുറുമ്പെറും നീ. നല്ലൊരു സജ്ജനമനുഗ്രഹമേകിടേണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി. വെണ്ണീറണിയുന്ന കോലം വെളിച്ചമേ കാൺമതിയുണ്ടു കാക്ഷ തടിപ്പറമ്പം തിരുതമ്പുരാരി ഉദർക്കവേ തൊഴുന്നേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമഃ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരബന്ധങ്ങളിൽ സാധനം സവിനയം പ്രണമിക്കട്ടെ. ആചാര്യശ്രേഷ്ഠന്മാരുടെ പാതാരബന്ധങ്ങളിൽ സാധനം സവിനയം പ്രണമിക്കുന്നു. നമ്മളെല്ലാവരും ഒരു യജ്ഞത്തിൻ്റെ പേരിൽ ഒത്തുചേർന്നവരാണ്. നാളെ പ്രഭാതം മുതൽ 7 ദിവസങ്ങളിലായി ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള സൗഭാഗ്യം ഇന്നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്
സത്സംഗമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം. വെറുതെ കേട്ടാൽ എന്തെങ്കിലും കിട്ടുമോ? വെറുതെ കേട്ടാൽ ഒന്നും കിട്ടില്ല. ആ ഒന്നും കിട്ടാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം. നമുക്ക് സംശയം തോന്നുന്നത്, ഒന്നും കിട്ടുന്നില്ല എങ്കിൽ എന്താണ് ഇത്ര വലിയ മഹത്വം? നമ്മൾ ഈ കർമ്മം മുഴുവൻ ചെയ്യുന്നത് കർമ്മം ചെയ്യാതിരിക്കാനാണ്. ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുമെന്ന് പറയും. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ കഥകൾ മുഴുവൻ കേൾക്കുമ്പോൾ പലതവണ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പരീക്ഷിത്ത് രാജാവിന് 7 ദിവസം കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിക്കുകയും, അങ്ങനെയുള്ള പരീക്ഷിത്ത് രാജാവിന് ഒരു കർമ്മവും ചെയ്യാൻ സമയമില്ല. ആകെക്കൂടെ കേൾക്കാനേ സമയമുള്ളൂ. 7 ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് ആദ്യം ചോദിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആകെക്കൂടെ 7 ദിവസമേ ആയുസുള്ളൂ, എന്ത് ഞാൻ ചെയ്യണം? ഈ ഒരു ചിന്തയോടുകൂടെ ഗംഗാതീരത്ത് ചെന്നിരിക്കുന്ന പരീക്ഷത്തിന് എത്രയോ ഋഷിമാരുടെ ദർശനം ലഭിക്കുന്നു. അതില് ശ്രീശുക ബ്രഹ്മർഷി കൃഷ്ണകഥകൾ പറഞ്ഞുകൊണ്ട്, അല്ല കഥായിമാസ്തേ കഥിതാമഹീയസാം, പരീക്ഷത്തിന്റെ മുത്തച്ഛന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട്, കൃഷ്ണന്റെ എന്ന് പറഞ്ഞുകൂടെ, തനിക്കറിയാവുന്ന തന്റെ പൂർവികന്മാരുടെ കഥകളടക്കമുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ചാതകപക്ഷി മഴയെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ശ്രദ്ധയോടുകൂടെ ആ കേട്ടിട്ടുള്ള പരീക്ഷത്ത് പറയുകയാണ്, നിഷ്ഠോഹം, ഞാൻ ബ്രഹ്മോസ്മി, അഹം ബ്രഹ്മ, ഞാൻ ഈശ്വര സാക്ഷാത്കാരം നേടിയിരിക്കുന്നു, എന്നില് ആ ദിവ്യ തേജസ് ഉണർന്നിരിക്കുന്നു എന്ന് പറയുക. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കേട്ടിട്ടേ ഉള്ളൂ. കേട്ടാൽ നമ്മളൊക്കെ പറയും ഭക്തി വരുന്നു പറയും. എന്താണ് ഭക്തി? ഒരു ശ്ലോകമുണ്ട്, വിഭക്തിനാശായ ച ഭക്തിയോഗ. വിഭക്തി ഇല്ലാതെ കണ്ടാകാനാണ് ഭക്തി. കർമ്മം എന്തിനാണ് ചോദിച്ചപ്പോൾ കർമ്മം ഇല്ലാതെ കണ്ടാവാനാണ് കർമ്മയോഗം. കർമ്മിത്വനാശായ ച കർമ്മയോഗ. ചെയ്യുന്ന ഒരാളില്ലാണ്ടാക്കും കർമ്മം. അത് ഏത് പ്രകാരത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്കൃതത്തിൽ വിഭക്തിയുണ്ട്, 7 വിഭക്തി. അതിനോടമയ്ക്കർത്ഥം ദ്വിതീയക്കതിനേക്കുന, അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും, തൃതീയ ഹേതുവായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. 7 വിഭക്തികളുണ്ട്. ഈ 7 വിഭക്തിയും ഇല്ലാതെ കണ്ടായാൽ ഭക്തി തനിയെ തെളിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞു. രാമൻ എന്ന് പറഞ്ഞ പ്രഥമ വിഭക്തി. ഇതിനോട് കൂടെ എന്തെങ്കിലും ചലനത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രത്യയം ചേരുമ്പോൾ അത് വിഭക്തിയായി മാറും. രാമന്റെ, അല്ലെങ്കിൽ രാമനോട്, അല്ലെങ്കിൽ രാമനാൽ, രാമൻ ഹേതുവായിട്ട്, രാമനായിക്കൊണ്ട്, രാമനിൽ നിന്ന്, രാമനെ എന്ത് പറഞ്ഞിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും പ്രത്യയം ചേരുമ്പോൾ അത് വിഭക്തിയായിരിക്കും. ആ വിഭക്തി ഒന്നുമില്ലെങ്കിലോ രാമൻ. ഒരു കർമ്മവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയിരിക്കും? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയോ, നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നതിന്റെ കാരണം തന്നെ എന്താ അറിയോ? എപ്പോഴൊക്കെയോ നിങ്ങൾ ഈ
ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന ധർമ്മത്തിന്റെ കലവറ തുറന്ന് കണ്ടിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഈ പ്രപഞ്ച രഹസ്യത്തിന്റെ താക്കോല് തുറന്ന് നമ്മളത് കാണുന്നുണ്ട്. ഈ കർമ്മം ചെയ്യാത്ത അവസ്ഥ, ഭക്തിയുള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാന്നറിയോ, എപ്പോഴെങ്കിലും ലോകത്തിൽ ആരെങ്കിലും ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ദുഃഖമായി ഉറങ്ങി എന്ന് പറയുമോ? ആരും പറയില്ല. നല്ല ഡീപ്പസ്റ്റ് ലെവലിൽ ഉറക്കം കിട്ടിയ എന്ത് പറയും? സുഖമായി ഉറങ്ങിയെന്ന് പറയും. ദുഃഖ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനേ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഉറക്കത്തില് നമ്മൾ ആരെങ്കിലും ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഇന്നരാ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അക്ഷോഹം, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നും. ജാതി, മതം, ലിംഗം ഒന്നും തോന്നില്ല, പദവി ഒന്നും തോന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയണെന്നറിയോ? സുഖമായി ഉറങ്ങി. അപ്പൊ ഇനി സുഖം എങ്ങനെ നിങ്ങൾ അറിഞ്ഞേ? നമുക്ക് ഒന്നും തോന്നാത്ത അവസ്ഥയില് സുഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ അവിടെ സുഖം അറിയുകയല്ല ചെയ്തത്. നമ്മൾ ഓരോരുത്തരും സുഖം അനുഭവിക്കുക ചെയ്തത്. അവിടെ അറിയണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം, മനസ്സ് വേണം. നമുക്കറിയാൻ പുറത്തേക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, ഉള്ളിൽ 4 ഉണ്ട്. പുറത്തുനിന്ന് എന്ത് ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ ചെവിയിലൂടെ എവിടെത്തും? മനസ്സിലെത്തും, അല്ലേ? മനസ്സിലെത്തിയ ബുദ്ധി എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് എന്ത് ചെയ്യും? അവിടെ സ്റ്റോർ ചെയ്യും, ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഉണർന്നിരിക്കണം. അഹം എന്നുള്ള പ്രഥമ വികാരവും പ്രഥമ വികാരം ഉണ്ടായിരിക്കണം. അഹം എന്നവും അത് അഹങ്കാരം ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം, മനസ്സുണ്ടാവണം, ചിത്തുണ്ടാവണം. ഈ 4 അന്ധകരണങ്ങളിലൂടെ അകത്ത് ചെയ്യുന്ന സകലതും സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന ഈ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ദിവസവും തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. നാരായണ സൂക്തം പറയാ. നാരായണ സൂക്തത്തിൽ പറയാണ്, ഈശ്വരൻ എവിടെ ചോദിക്കുമ്പോൾ മാഷി എടുത്ത് പറഞ്ഞു പ്രത്യക്ഷ കൃഷ്ണോ ഭാഗം. ഭഗവാൻ പറയുന്നത് ഞാൻ ഭാഗവതത്തില് ലയിച്ചു കിടക്കാൻ. ഉദ്ധവൻ പറയാണ് ഭഗവാനെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണും ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഭാഗവതത്തിൽ ഞാൻ ലയിച്ചു കിടക്കാം. അത് കൃഷ്ണൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഈ പ്രപഞ്ചത്തില് ഈശ്വരൻ എങ്ങനെയാ കിടക്കുന്നതെന്നറിയോ? ഈശ്വരൻ കിടക്കുന്നത് ഈ പ്രപഞ്ചത്തില് അന്തർബഹിശ്ചരസർവം വ്യാപ്യ നാരായണ സ്ഥിത തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. അകത്തും പുറത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും, ഏതുപോലെ നമ്മൾ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും ധരിക്കുന്നത് എങ്ങനെയാണോ? ഒരു മുറിയിൽ മുഴുവനും പുക നിറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞത് അല്ല. എന്തുകൊണ്ടല്ല? പുക നമുക്ക് കാണാൻ പറ്റും, ആ പുകയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ചോദിക്കുമ്പോഴാണ് പറയുന്നത് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഗതോസ്യ ജന്തോഹോ. ഏറ്റവും ചെറുതിന്റെ ഉള്ളില് ഞാനുണ്ട്. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിനെ ആവരണം ചെയ്തും ഞാൻ നിൽക്കുന്നു. ഇത് പറഞ്ഞാൽ നേരത്തെ ചൊല്ലിയ ശ്ലോകം, നാരായണ സൂക്തത്തിലെ ശ്ലോകത്തിന് അന്തർബഹിഷ്ഠ, ഞാൻ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ജീവന്റെ രൂപത്തിൽ സകല ആൾക്കാരിൽ എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നോക്കൂ, വെയിലിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് വെയിലില് ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വെയിലത്ത് നിന്നാ ഷോക്ക് അടിക്കൂ. ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരൻ ഡയറക്റ്റ് അനുഭവവേദ്യമല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരൻ. ഒന്നേ ഉള്ളൂ ലോകത്തിൽ, രണ്ടില്ല. അത് പലരും ധരിച്ചത് എന്താ പറയുമോ? മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നോ?
ആദ്യം പറഞ്ഞ നമ്മളാ, അതിന് ശേഷം അവർ പറഞ്ഞുള്ളൂ. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഗ്രന്ഥം ഋഗ്വേദാണ്. ഋഗ്വേദത്തിൽ പറയുന്നത് ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്തൊന്നേ ഉള്ളൂ, വിപ്രാഹ അറിവുള്ളവരത് പലതാന്ന് പറയും. ഏതുപോലെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് പലതാ. വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ എടുക്കും. പക്ഷേ ഇലക്ട്രിസിറ്റി രണ്ടുണ്ടാവുമോ? ഒറ്റൊന്നേ ഉണ്ടാവും. ആ വൈദ്യുതോർജ്ജത്തെ നമുക്ക് യാന്ത്രികോർജ്ജവും താപോർജ്ജവും പ്രകാശോർജ്ജവും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ കാണാൻ പറ്റും. ഡയറക്റ്റ് അനുഭവിക്കുക അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളിതാ എത്ര ആൾക്കാർ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ ഈശ്വരനാണ് നമ്മൾ. പക്ഷെ നമുക്ക് തോന്നില്ലല്ലോ. തോന്നാത്ത വേറെ നിങ്ങളുടെ അത് ഡയറക്റ്റ് അനുഭവിക്കാൻ സാധ്യമല്ല. പക്ഷെ അതിനെ ഉണർത്താനുള്ള വിദ്യകളുണ്ട്. അതിലൊരു വിദ്യയാണ് ഭക്തിയോഗം, അതിലൊരു വിദ്യയാണ് കർമ്മയോഗം, അതിലൊരു വിദ്യയാണ് രാജയോഗം. ഇങ്ങനെ പലതും. ഈ കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ ചെയ്യുമ്പോൾ സകലതും ഇല്ലാതെ കണ്ടാവുമ്പോഴും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വസ്തു നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. സ്വരാട് എന്ന് പറയും. എളുപ്പം പറയുകയാണോ? ഞങ്ങൾ തന്ത്രത്തിൽ ഒരു ഉദാഹരണം പറയാം. ജ്വാലയുണ്ടെങ്കിൽ കനലുണ്ടായിരിക്കും. ജ്വാലയുള്ള ദിക്കിലൊക്കെ കനലുണ്ടായിരിക്കും. പക്ഷെ കനലുള്ള ദിക്കിൽ ജ്വാല ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. നമ്മളുടെ ഉള്ളിലുള്ള സകല വികാരങ്ങളും, അഹങ്കാരമായാലും മനസ്സായാലും ബുദ്ധിയായാലും ചിത്തമായാലും സകലതും, ചിന്തകൾ സകലതും പൊന്തി വരുന്ന ഒരു കനല് നമ്മളുടെ ഉള്ളിലുണ്ട്. ആ കനലിലേക്ക് രാത്രി ഉറങ്ങുമ്പോൾ സകലത്തും അങ്ങ് പോവുക. ഒന്നും അറിയാതെ ഇരിക്കുമ്പോൾ ആ കനല് മാത്രം ജ്വലിക്കുക. ആ ജ്വലിക്കുന്ന കനലാണ് ജീവൻ. അതിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ആനന്ദോയം. സുഖമാണ് അതിൻ്റെ സ്വരൂപമേ, സുഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത്. ഡെയിലി അനുഭവിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ നമുക്ക് വേറെ ഒന്നും വേണ്ട. അതാർക്കും വെക്കുമ്പോൾ മടുക്കുവോ? എത്ര കാലമായി നമ്മൾ ഉറങ്ങുന്ന? നാളെ മുതൽ ഉറങ്ങുന്നില്ല. നിങ്ങളൊരു 4 ദിവസം ഉറങ്ങാണ്ടെന്നാട്ടെ. 4 ദിവസം നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറയാണ് ലോകത്തിന്റെ ചക്രവർത്തി വധം നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങളെന്ത് പറയും? വേണ്ട, എനിക്ക് 1 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഉറക്കമില്ലെങ്കിൽ നമ്മളുടെ സകല ബാലൻസ് തെറ്റിപ്പോവും. ഉറക്കം എന്ന് പറയേണ്ടത് ഈ നമ്മളുടെ സ്വരൂപത്തെ ഉണർത്തുന്ന ഒരു നിഷ്ഠയാണ്. ഊർജം നേടിയെടുക്കുന്ന ഒരു നിഷ്ഠയാണ്. ഇത് ഉണർന്നിരിക്കുമ്പോഴും സാധിക്കും. അങ്ങനെ സാധിച്ചിട്ട് എത്രയോ മഹാത്മാക്കളുണ്ട്. ശങ്കരാചാര്യസ്വാമിയുടെ മനോന്മയി മുദ്രയിലിരുന്നു. രമണ മഹർഷി ഒരു അരുണാചലത്തിലൊരു ഗുഹയിലിരുന്നു. എത്ര ആൾക്കാർ ധ്യാനനിഷ്ഠരായിട്ടിരിക്കുക. ഇവരൊക്കെ ഇരിക്കുന്നത് കണ്ണടച്ച് ഉറങ്ങുന്ന പോലെയാണ് ഉറങ്ങിയിരിക്കുന്നത്. ഇല്ല, വിഷ്ണു സഹസ്രനാമത്തിലല്ല, വിഷ്ണു സൂക്തത്തിൽ പറയണത് എന്താ അറിയോ? ഭഗവാൻ ഋഷികൾ ഇരിക്കുന്നത് ഏതോ ഒരു ആകാശത്തിൽ എവിടെയോ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും. ആ കണ്ണ് ഒരിക്കലും പൂട്ടുകയില്ല. ജഡഭരതന്റെയൊക്കെ കഥ പറയുമ്പോൾ ജഡഭരതൻ പ്രച്ചിരിപ്പ, കണ്ണ് പോലും ചിമ്മില്ല. ആ സുഖം അനുഭവിക്കുന്നവരെങ്ങനെയാണ്? അത് സാധിക്കും നമുക്ക്. ആ സാധിക്കുന്ന അവസ്ഥ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതയിൽ ഭഗവാൻ പറയാണ്, ആത്മന്യേവ സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഒന്നും അയാൾക്ക് ചെയ്യാനില്ല. ഇതിങ്ങനെ ആസ്വദിക്കുകയുള്ളൂ. ഉറക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത് അതുപോലെ ഉണർന്നിരുന്നിട്ട് നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ വെറും ശ്രവണമേ വേണ്ടൂ. അതിനും കാരണമുണ്ട്. 5 ഇന്ദ്രിയങ്ങളിൽ ആദ്യമുണ്ടായത് ആകാശം, ശബ്ദം. രണ്ടാമത്തേത് വായു, സ്പർശം. മൂന്നാമത്തേത് അഗ്നി, രൂപം, കണ്ണ്. നാലാമത്തേത് വെള്ളം, രസം. അഞ്ചാമത്തേത് രസം എന്ന് പറഞ്ഞാൽ നാവ്. അഞ്ചാമത്തേത് ഭൂമി, ഗന്ധം, മൂക്ക്. ഇതില്
ഏറ്റവും താഴേക്കടയിലുള്ളതാണ് ഈ ഗന്ധം എന്ന് പറയുന്നത്. ഏറ്റവും താഴേക്കടയിലാണെന്നുള്ളതിന് എന്ന തെളിവെന്നറിയോ? ഒരു സാധനം കിട്ടിയാൽ നമുക്കൊരു സാധനത്തിന് തിരിച്ചറിയാം. അതിന് ഈ താഴേക്കട കിടക്കുന്നവർ എന്താ ചെയ്യാറിയോ? ആദ്യം മണത്തു, എന്ത് സാധനം കിട്ടിയൊന്ന് മണത്തു ഉറപ്പിക്കുക. അവര് അത്രയും താഴേക്കടയിലാണ് കിടക്കുന്നത്. ചിലർക്ക് കണ്ടാൽ തിരിച്ചറിയാം, മണക്കൊന്നും വേണ്ട. ചിലർക്കത് എടുത്ത് നോക്കി വായിലിട്ട് നോക്കിയാലേ തിരിച്ചറിയും, ചിലർക്ക് തൊട്ട് നോക്കിയിട്ട് പറയും. സ്പർശത്തിനേക്കാളും കൂടി 4 ഇന്ദ്രിയങ്ങളുടെയും ഗുണം ഈ ശബ്ദത്തിലുണ്ട്. ശബ്ദബ്രഹ്മം എന്നാ പറയുക ലോകത്തിന് തന്നെ. ശബ്ദം കൊണ്ട് മാത്രം സകല അനുഭൂതികൾ, മറ്റ് 4 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി മുഴുവനും സംഹൃത്തി വമ്പുവന്തനലം ഇമം മാതരിശ്വനി അമുഖേത ചിത്തേ എന്ന് പറഞ്ഞിട്ട് സംഹരിച്ച് പോകുമ്പോൾ ഗന്ധത്തെ രസത്തിലേക്കും, രസത്തെ രൂപത്തിലേക്കും, രൂപത്തെ സ്പർശത്തിലേക്കും, സ്പർശത്തെ ശബ്ദത്തിൽ ബാക്കിയുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ കേട്ടാൽ മതി. നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, ശ്രദ്ധയും ഭക്തിയും നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ അല്പാൽപമായിട്ടിത് തെളിയും. ഇനി അഥവാ ഇതെല്ലാം മറന്നുപോയി, പിന്നെ എന്തിനാ പലരും നമ്മളോട് ചോദിക്കും, എന്തിനാ നിങ്ങളൊരാളെ പോയിരിക്കുന്നത്? സ്വാമിക്ക് പോയിട്ട് ഏഴാമത്തെ ദിവസത്തിൽ നിന്ന് കഴിഞ്ഞ് നിർത്തിപ്പോയിട്ട് 8ാമത്തെ ദിവസം ഒന്നും ചോദിച്ചാൽ ഓർമ്മയില്ല. പിന്നെ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്നാണെങ്കിൽ ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കും, എന്നാലും വേണ്ടില്ല എന്നാണ്. നിങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങിക്കും. എന്നാൽ അതിൻ്റെ ഗുണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഭാഗവതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. അർജുനന് ഞാൻ യുദ്ധം ചെയ്യൂല, കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം യമത്സൂദന, ഞാൻ എങ്ങനെയാ കൃഷ്ണ ഞാൻ ഇവരൊക്കെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരുന്ന അർജുനനെ സ്വകർമ്മ നിരതനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതാണ് ഗീത. ഈ ഗീതയൊക്കെ ഉപദേശിച്ചു, കൃഷ്ണൻ യുദ്ധമൊക്കെ ചെയ്തു, ഇതൊക്കെ യുദ്ധം ജയിച്ചു. പിന്നെയും വർഷങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ ഒരു ദിവസം അർജുനൻ ദ്വാരകയിൽ വെച്ച് കൃഷ്ണനോട് ചോദിക്കുക, കൃഷ്ണ മുമ്പ് എന്തോ നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതൊന്നും കൂടെ പറഞ്ഞു തരൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അന്നത്തെ അർജുനും അല്ല നീ, അന്നത്തെ കൃഷ്ണനും അല്ല ഞാൻ. അത് പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. പക്ഷെ അർജുനൻ നീ പേടിക്കണ്ട, അത് എനിക്കൊന്നും ഓർമ്മയില്ല കൃഷ്ണ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് പേടിക്കുകയേ വേണ്ട. നിന്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നിനക്കത് വേണ്ടത് അപ്പം തനിയെ അത് തോന്നിക്കൂ. ഉള്ളിൽ എവിടെയോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സകല നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടിരുന്നാൽ പോലും എവിടെയോ ചെവിയിലൂടെ ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ സ്വല്പമഭ്യസ്യ, ഭഗവാൻ പറയുന്നത് കുറച്ച് മതിയെ അർജുന, മഹതോഭയാ, എത്ര വലിയ ഭയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അത് പ്രാപ്തമാണ്. ഈ പറയുന്ന സാധനം നമുക്കിവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അർത്ഥാഗൃഹേ വർത്തന്തേ ശ്മശാനേ പുത്രബന്ധവാ സുകൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ചെന്നുന്ന വിഷയമാകുന്ന സകലം വാസനയുടെ രൂപത്തിൽ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന സാധനം നല്ലതുമുണ്ട് ചീത്തയുണ്ട്. കണ്ടുപിടിച്ചാൽ അതിൻ്റെ എസൻസ് അവിടെ കിടക്കും. ഭാഗവതം കേട്ടാൽ അതിൻ്റെ എസൻസ് അവിടെ കിടക്കും. ഈ കിടക്കുന്ന എസൻസിന് പറയുന്നത് ഞങ്ങൾ വാസന എന്നാണ്. വാസനാവശകോ ജീവ ആമുക്തേ സംസരത്യസൗ. ഈ വാസന എന്ത് ചെയ്യുന്നറിയോ? നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല വാസനയെ പുണ്യം എന്ന് പറയും, ചീത്ത വാസനയെ പാപം എന്ന് പറയും. അല്ലെങ്കിൽ സദ്വാസന, ദുർവാസന, നന്മ, തിന്മ, എന്ത് പേര് ആര് പറഞ്ഞാലും, ഏത് മതം പറഞ്ഞാലും, ഏത് ലോകത്തിൽ എവിടെ പറഞ്ഞാലും ഈ സാധനയേ ഉള്ളൂ, ഈ നന്മയും തിന്മയേ ഉള്ളൂ. ഇത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ സാധാരണ പറയും ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല. സത്യ, ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല, ഈ വാസന കൊണ്ടുപോയേ പറ്റും. വാസന നമ്മളെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താ അറിയോ? ഈ ജന്മത്തിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല പരിചയം, ആദ്യമായിട്ടാണ് പോണത്, കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ്, പക്ഷേ എത്രയോ ജന്മങ്ങളിൽ സൗഹൃദം ഉണ്ടെന്ന് തോന്നുക.
ഈ ഓർമ്മ എവിടുന്നോ പൊന്തി വരിക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, അർജുന ഞാൻ മുമ്പ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നീ മറന്നുപോയി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞത് തെളിഞ്ഞിട്ടുണ്ടോ എന്നാണെങ്കിൽ ദ്വാരകയിൽ നിന്ന് കൃഷ്ണനടക്കം ദ്വാരക വിട്ടുപോയി, ദ്വാരക വെള്ളമെടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അർജുനൻ യുധിഷ്ഠിരനോട് പറയാണ്, വഞ്ചിതോഹം മഹാരാജൻ, മഹാരാജാവേ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് കൃഷ്ണൻ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരധ്യായം മുഴുവൻ കൃഷ്ണൻ അർജുനൻ പലതും പറഞ്ഞ് കരയുകയാണ്. കരഞ്ഞെത്തി അവസാനം അവിടെ അർജുനന്റെ ഉള്ളിൽ കൃഷ്ണൻ പറഞ്ഞ ആ തത്വം എവിടുന്നോ പൊന്തി വന്നു എന്നാണ്. ആ ഗീത അർജുനന്റെ ഉള്ളിൽ അങ്ങനെ വേണ്ട സമയത്ത് തെളിഞ്ഞ് വരുന്നു. ആ വിളക്ക് അർജുനൻ കുന്തിക്ക് കൊടുക്കുന്നു. അതങ്ങനെ പരമ്പരയായിട്ട് പോകും. വേണ്ട സമയത്ത് നമുക്ക് കിട്ടിക്കോളും. ഏതായാലും ഈ ഒരു യജ്ഞം എല്ലാർത്ഥത്തിലും ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള നമ്മളുടെ സമ്പാദ്യമായി മാറട്ടെ. ആയതിന് ആ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റു പദേവതകളും ഒക്കെ തന്നെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ മുഴുവനും ആ ജഗദീശ്വരൻ്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഇനി അങ്ങോട്ടുള്ള നാളെ മുതലുള്ള 7 ദിവസവും നമുക്ക് വേദവ്യാസൻ ഈ ശ്രീമദ് ഭാഗവതം രചിച്ച് 18 പുരാണങ്ങളും രചിച്ചിട്ടും അദ്ദേഹത്തിന് ആമോദം, സന്തോഷം പൂർണ്ണമായി ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭഗവത് കഥകൾ വേണ്ടത്ര പൂർണ്ണമായി അത് ഭംഗിയോടുകൂടി ഭഗവാന്റെ ലീലകളെ കുറിച്ചും പൂർണ്ണ വിവരണങ്ങൾ ആ 7 ദിവസം കൊണ്ട്, അതുകൊണ്ടാണ് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത്. ഇവിടെ 12 സ്കന്ധങ്ങളിൽ കൂടി 335 അധ്യായങ്ങളിൽ കൂടി 14,101 ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ കഥകൾ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ കഥകളിൽ കൂടി നമ്മെ മായാപ്രപഞ്ചത്തിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് ഈശ്വര സവിധത്തിലേക്ക്, ഭഗവാന്റെ സമീപത്തേക്ക് എത്തിക്കുവാൻ വളരെ നല്ല കഴിവും ഒരുപാട് വേദികളിൽ ദാഹിക്കുന്ന വേഴാമ്പൽ ദാഹജലത്തിന് കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ഭക്തജനങ്ങൾ ഭാഗവതം ശ്രവിക്കുവാനും ആ പീയൂഷധാര അനുഭവിക്കുവാനും വേണ്ടി കാത്തിരിക്കാൻ ജഗദീശ്വരൻ്റെയും ഗുരുവിൻ്റെയും സരസ്വതി ദേവിയുടെയും പൂവത്തൂർ അമ്മയുടെയും മഹാവിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ഭാരത ഋഷീശ്വരന്മാരുടെയും കരുണാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യജ്ഞാചാര്യൻ്റെ ബ്രഹ്മവാണികൾ കേട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ആ ഭാഗവതം ശ്രവിച്ചും അതിലെ പല കഥകളിൽ കൂടിയും നമ്മുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും നമുക്ക് അനുഭവിക്കാനുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹം കേൾക്കുവാനും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയുള്ള ഈ ടെലിവിഷൻ്റെ കൂടിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, സപ്താഹങ്ങൾ പലതും കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, 1976 ഹിമാലയത്തിൽ വെച്ച് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഹിന്ദിയിലായിരുന്നു മറ്റുള്ള കഥകളൊക്കെ പറയുന്ന കേട്ടത്. അന്ന് എനിക്ക് കേവലം ഒരു 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. രാമാനന്ദ സരസ്വതി, സത്യാനന്ദ സരസ്വതി, അതുപോലെ തന്നെ
ജ്ഞാനാനന്ദ സരസ്വതി, ദയാനന്ദ സരസ്വതി എന്നീ ഗുരുക്കന്മാരെയൊക്കെ കാണുവാനും അവരുടെ പാദസ്പർശം കൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളുടെയും പൂർവജന്മ സുഹൃത്തും തന്നെയാണ്. ഈ പൂവത്തൂര് മഹാദേവന്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള അതുപോലെ ഇവിടെ വന്നെത്തിയ ഭക്തജനങ്ങൾക്കും നിങ്ങൾ ചെയ്തത് പൂർവജന്മ സുഹൃത്തിൻ്റെ ഫലം തന്നെയാണ് ഇത്തരം കഥകൾ കേൾക്കുവാനും ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ പൂവത്തൂരമ്മയും ആ മഹാവിഷ്ണുവും നിങ്ങൾക്ക് അവസരവും വേദിയും ഒരുക്കിയിട്ടുണ്ട്. അതിന് തക്കതായ അല്ലെങ്കിൽ യോജിച്ച ആചാര്യൻ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത്രമാത്രം പാണ്ഡിത്യവും കഴിവും നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ആ സരസ്വതി കടാക്ഷവും ഗുരുകൃപയും വേണ്ടുവോളം ലഭിച്ചൊരു പുണ്യപുരുഷനായ യജ്ഞാചാര്യൻ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ജഗദീശ്വരൻ്റെയും ഗുരുവിൻ്റെയും കരുണാകടാക്ഷവും അനുഗ്രഹവും ഉണ്ടായി ഇവിടുത്തെ ഈ സപ്താഹം മുഴുവനും നിങ്ങളെല്ലാവരും കേൾക്കുക. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞ് ഈ വേദി ധന്യമാക്കുവാനും അതുപോലെ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ കലിയുഗത്തിലെ നമുക്ക് ഈശ്വരപദത്തിലെത്താൻ നാരദനോട് ചോദിച്ച സമയത്ത് നാരദൻ പറഞ്ഞത് നാമസങ്കീർത്തനം മാത്രമാണ്. നമ്മൾ ജ്ഞാനപാനിയൊക്കെ കേട്ടതും അങ്ങനെ തന്നെയാണ്. യുഗം നല്ലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ആ ശ്രവണം കൊണ്ട് നിങ്ങൾക്ക് നാമജപം കൊണ്ടും ശ്രവണം കൊണ്ടും മുക്തി ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഇവിടുത്തെ ഈ യജ്ഞാചാര്യൻ്റെയും പൂവത്തൂരമ്മയുടെയും മഹാവിഷ്ണുവിൻ്റെയും നമ്മുടെ ശ്രീ ജയറാം നമ്പൂതിരിയുടെയൊക്കെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ഈ വാക്കുകൾ ഒരു പൂജാപുഷ്പമായി സമർപ്പിച്ചുകൊള്ളുന്നു. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹിഷ്യാം ഗോബ്രാഹ്മണേഭ്യം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ. എല്ലാവിധ ആശംസകളും.